ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നല്ല കിടുക്കാച്ചി ഐറ്റായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല സൂപ്പർ സ്നാക്സാണ്. ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് 2.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കാം, എന്നാലും മൈദയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 സ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോഴിമുട്ട എന്തായാലും ഒഴിക്കണം, ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് നമുക്കിതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ അത് കൈയൊക്കെ നല്ലോണം വൃത്തിയായിട്ട് കഴുകിയതിൻ്റെ ശേഷം തന്നെ നമ്മളിത് നല്ലോണം ഒന്ന് കുഴച്ച് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം അതാ ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടൊന്നും വേണ്ടി വരില്ല കേട്ടോ കുഴക്കാൻ. അപ്പോൾ നമുക്കിതിങ്ങനെ കുഴച്ച് നോക്കാം. അപ്പോൾ എത്ര പാലാവുമെന്ന് നമുക്ക് നോക്കട്ടെ. അപ്പോൾ ഞാൻ 1 കപ്പ് പാൽ എടുത്തിക്കണമെന്നേ ഉള്ളൂ. എന്തായാലും ഇത് മുഴുവനായിട്ട് നമുക്ക് വേണ്ടി വരില്ല കേട്ടോ. അതുകൊണ്ട് നല്ല മയത്തിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കൂലേ അതുപോലെ തന്നെ കുഴച്ചെടുക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് കുഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എനിക്ക് മറന്നു പോയത് കേട്ടോ, ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളാരും മറന്നു പോവണ്ട ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ എല്ലാവരും 1-2 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തോണ്ടിട്ട് ഇത് നമ്മൾ പൊരിച്ച് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും അധികം എണ്ണ ഒന്നും കുടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ചിലർ നെയ്യ് ഇട്ട് കൊടുക്കണവരുണ്ട്. നെയ്യ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 ടേബിൾ സ്പൂണ് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഫില്ലിങ്സൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തേന് ഒരു 10 മിനിറ്റൊക്കെ ആയിക്കോളും. നമ്മൾ പെട്ടെന്ന് തന്നെ ഓടിച്ചാടി ഉണ്ടാക്കില്ലല്ലോ. നമ്മളിനിപ്പോൾ ഇതൊക്കെ ഇതാക്കിയെടുത്തതിൻ്റെ പാത്രമൊക്കെ ഒന്ന് കഴുകി അങ്ങനെയൊക്കെ ആക്കിയിട്ടല്ലേ ഉണ്ടാക്കുള്ളൂ. അപ്പോഴത്തേനൊക്കെ 10 മിനിറ്റ് ആയിക്കോളും. അപ്പോൾ ഇതൊന്ന് ഇവിടെ മൂടി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കട്ടോ. വെളിച്ചെണ്ണയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിലെന്തോ പറഞ്ഞ മിസ്റ്റേക്ക് വന്നു പോയതാട്ടോ. അപ്പോൾ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇങ്ങോട്ട് വാടി തളർത്തൊന്നും വേണ്ട, ഒന്നിങ്ങോട്ട് വാടി കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും 1 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ. നമ്മൾ ആ ഇഞ്ചിൻ്റെ ആ പച്ച കുത്തുന്ന സ്മെല്ലുണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയി കിട്ടണവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിൽ സ്കിപ്പായി പോയതാണ്. പിന്നെ ഇത് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചിക്കൻ മസാല ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കണ്ട, ചിക്കൻ മസാല മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മതി. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ചിക്കൻ മസാല ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല ഇല്ല വെച്ചിട്ടാരും ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേമാതിരി ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ ഫില്ലിങ്സിന് നല്ലോണം ഇത് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ ആ എന്താ പറയുക, മുളകും പൊടിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെയും ഒക്കെ ആ സ്മെല്ലൊക്കെ മാറി നല്ലൊരു മണം വരുമല്ലോ. ഗരം മസാലയൊക്കെ കൂടി വഴറ്റിയെടുക്കുമ്പോൾ ആ ഒരു മണം ആയി കിട്ടണം കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. 2-3 മിനിറ്റ് വഴറ്റുമ്പോൾ തന്നെ നമുക്കിത് നല്ലോണം വഴന്ന് കിട്ടും കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 1 കപ്പോളം ബീഫ് പൊടിയായിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതാട്ടോ. വേവിച്ച് ബീഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്ത് മാറ്റി വെച്ചതേന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇതുണ്ടാക്കണത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബീഫ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പിറ്റേന്ന് സ്നാക്സൊക്കെ എന്തൊക്കെയെങ്കിലും എടുക്കട്ടോ. അല്ലാതെ ബീഫായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബീഫ് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടി ഇട്ടെടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ആ ടൈം ആയപ്പോൾ നമ്മൾ മാവൊക്കെ നല്ലോണം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് രണ്ട് ഈക്വലായിട്ടുള്ള പാർട്ടാക്കിയിട്ട് മാറ്റണം കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ചെറുതും ഒന്ന് വലുതായി പോയിട്ടോ. അപ്പോൾ ഒന്നിന് കുറച്ചെടുത്ത് കണ്ട് അപ്പുറത്ത് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം നമ്മൾ വലിച്ച് നീട്ടി പരത്തി എടുക്കണം കേട്ടോ. ഇനി വേണ്ടത് പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും. ഇത് നല്ല
ഡോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരത്താൻ നല്ല എളുപ്പം തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ കട്ടിക്ക് നമ്മൾ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് പരത്താൻ കുറച്ചൊരു പണി ഉണ്ടാവില്ല കേട്ടോ, ഒന്ന് ആടായ മാതിരി തോന്നൽ. അപ്പോൾ ഇതിപ്പോൾ നല്ല സോഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് മൈദപ്പൊടി തന്നെ ഇട്ട് കൊടുത്തുകൊണ്ട് ഞാൻ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് എത്രമാത്രം പരത്താൻ പറ്റുമോ, നമ്മൾ പൊറോട്ടക്കൊക്കെ നമ്മൾ പരത്തിയെടുക്കൂല അതേമാതിരി എത്രമാത്രം സോഫ്റ്റ് ആക്കിയിട്ടും തിന്നാക്കിയിട്ടും പരത്താൻ പറ്റും. അത്രയ്ക്ക് നമ്മൾക്ക് വലിച്ച് നീട്ടി നമ്മളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചിട്ട് വലിച്ച് നീട്ടി പരത്തി കൊടുക്കട്ടോ. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ. പിന്നെ ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത്. നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ചാലേ നമ്മളെ വീഡിയോ കുറേ ആൾക്കാരിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതാ ഇതിവിടെ ഇങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചും മറിച്ചും കെടുത്തിയൊക്കെ ഇട്ടുകൊണ്ട് ഞാനിതിൻ്റെ പരമാവധി വലുപ്പത്തേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിങ്ങനെ കുറേ പരത്തി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ പിടിച്ചിക്കാണ്ട് ഒന്ന് വലിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഒരുവിധമൊക്കെ ഇങ്ങനെ നീണ്ടു വരും. ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടി പോകണ്ടിച്ചിട്ടൊന്നും ടെൻഷൻ അടിക്കൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പൊട്ടി പോകണുണ്ട് വെച്ചിട്ടൊന്നും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് വലിച്ച് നീട്ടി കൊടുക്കുന്നുണ്ട് സൈഡൊക്കെ. അപ്പോൾ ഇങ്ങനെ വലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതൊക്കെ ഒന്ന് പരത്തി വലുതാക്കി എടുത്തിക്കണം കേട്ടോ. ഈ ഡോണ്ട് ഇത്രമാത്രം വലിപ്പം വെപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. വെപ്പിക്കാൻ പറ്റിയതിൻ്റെ പരമാവധി ഞാൻ വലിപ്പം വെപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അത് സോഫ്റ്റ് ആക്കിയിട്ട് എന്നിട്ട് അതിന് മേലെ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ വിതറി കൊടുക്കുക. എന്നിട്ട് അത് കയ്യേറ്റൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. നമുക്കിതിങ്ങനെ ലെയറായിട്ട് ലാസ്റ്റ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരു തല തൊട്ടിട്ട് ഇങ്ങനെ പതുക്കെ റോൾ ചെയ്ത് കൊടുക്കട്ടോ. ഇത് സിമ്പിളാണ്. നമ്മളിങ്ങനെ കയ്യേറ്റ് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ലോണം ഉരുണ്ട് വരും കേട്ടോ. ഒട്ടി പിടിക്കത്തൊന്നുമില്ല. നമ്മളിതിൽ ഡോയിൽ കോഴിമുട്ടൊക്കെ ഇട്ട് കൊടുത്തതല്ല, അല്ലെങ്കിൽ ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. നല്ല ഇതിൽ തന്നെ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ കഴിയും കേട്ടോ. എന്നിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി നീട്ടി വലിപ്പം വെപ്പിക്കണം എന്നുണ്ടെങ്കിൽ വലിപ്പം വെപ്പിച്ച് കൊടുക്കുകയും ചെയ്യട്ടോ. എന്നിട്ട് ഇതാ ഞാൻ ഒരു കത്തിയിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്, ഒന്ന് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ ഇഞ്ച് വലുപ്പത്തിലുള്ള ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് മാറ്റിയെടുക്കട്ടോ. ഇതായിട്ടാണ് നമ്മൾ പത്തിരി പരത്താൻ പോണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല പിന്നെ റൗണ്ടായിട്ട് ലെയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അടുത്തത് ഇതേമാതിരി തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഞാനിങ്ങനെ ഒരു പൂരിൻ്റെ വലുപ്പത്തിൽ ആക്കിയെടുക്കട്ടെ. അത് പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തി എടുക്കാനൊക്കെ കഴിയും. പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, പൊടി ഇല്ലാതെ നമുക്ക് പരത്തിയെടുക്കട്ടെ. എങ്ങനെ പരത്തിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല, അപ്പോൾ പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ലെയർ ഇങ്ങനെ തുറക്കുമ്പോൾ അല്ല ഈ സ്നാക്സ് തുറക്കുമ്പോൾ ലെയറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പൂരിൻ്റെ വലുപ്പത്തിലാക്കി കൊടുത്തിട്ട് നമ്മൾക്ക് ഫില്ലിങ്സ് 1-2 സ്പൂണ് ഫില്ലിങ്സ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കുക. പിന്നെ അത് നമ്മളൊന്നാകെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നല്ല സമയമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മോമോസിനൊക്കെ ചെയ്യൂലേ, അതേമാതിരി ഇങ്ങനെ ഞെറിവെടുത്തൊക്കെ ആക്കി കൊടുക്കട്ടോ. എനിക്കിപ്പോൾ തീരെ നേരില്ല എന്നിട്ട് ഞാനത് ഉണ്ടാക്കാൻ നിന്നത് തന്നെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോനൊക്കെ പണി കഴിഞ്ഞ് വരുന്ന ആ നേരമാകുമ്പോഴത്തേന് ഉണ്ടാക്കണം എന്നുള്ളതിൽ ഉണ്ടാക്കിയെടുത്തതാണ്. എന്നിട്ട് ഇതാ നമ്മളിങ്ങനെ നിറച്ച് കൊടുത്തതിന് ശേഷം കൈയേറ്റം ഒന്ന് പരത്തി കൊടുക്കുക, ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടും. പിന്നെ ബാക്കിയുള്ളതെല്ലതും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കട്ടെ. നമ്മൾ വിചാരിക്കണം അത്ര പണിയൊന്നുമില്ല, ഇത് സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു പണിയില്ല. നമ്മളിങ്ങനെ കോഴിയടക്കൊക്കെ മുറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര ഇപ്പോൾ ഒരു ടൈമിൽ നമ്മൾ നിന്നുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കില്ലേ, അതേ ഒരു ടേസ്റ്റ് തന്നെ, കോഴിയടൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് വരല്. പക്ഷേ നമ്മൾ ഇതിൻ്റെ പത്തിരി വേറെ ഷേപ്പിലാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫില്ലിങ്സൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ ഞാനിത് അടുത്തതും ഇതേപോലെ തന്നെ ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഫില്ലിങ്സ് റെഡിയാക്കുന്ന നേരത്ത് നമുക്കിങ്ങനെ ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിക്കാണ്ട് നമുക്ക് പൊരിച്ചെടുക്കാനും കഴിയും കേട്ടോ. നമ്മളിത് ഫില്ലിങ്സൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് എണ്ണ ചൂടാക്കി വരുമ്പോഴത്തേന് ഒരുപാട് നേരമാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പരത്തി കഴിയാനാവുമ്പോഴത്തേനൊക്കെ നമുക്കിങ്ങനെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നമുക്കിത്
ഉണ്ടാക്കി തീരലും പൊരിക്കലും കൂടി ഒപ്പാക്കട്ടെ. അപ്പോൾ ഞാൻ അങ്ങനെ ചട്ടിയിൽ എണ്ണ പാർന്നുകാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ പരത്താനും ഉണ്ടാക്കാനും വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് നമ്മൾ ആയി കിട്ടും കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതേമാതിരി തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലതും ഞാൻ ചെയ്തെടുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. 2½ കപ്പ് മൈദമാവ് ഇട്ടിട്ട് നമുക്ക് ഒരുപാടെണ്ണം കിട്ടും കേട്ടോ. ഒരു 10-20 എണ്ണത്തിൻ്റെ മേലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ, എണ്ണയൊക്കെ ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെയർ ഇങ്ങനെ തേക്കുമ്പോൾ എന്താ നമ്മൾ പപ്സ് ഒക്കെ ഉണ്ടാക്കൂലേ, അപ്പോൾ ആ ഒരു മാതിരിയൊക്കെ ഉണ്ട് തോന്നൽ. ഒരുപാട് ലെയറൊക്കെ ആയിട്ടുള്ള ഒരു ഇതായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഈ പപ്സിൻ്റെ മേലെ അങ്ങനെയാണല്ലോ, നമുക്ക് ഒരുപാട് ലെയറൊക്കെ ആയിട്ട് കിട്ടില്ല. അപ്പോൾ ആ ഒരു ടെക്സ്ചറിലൊക്കെ കിട്ടാൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതാ ഞാൻ നല്ലോണം ചൂടായിരുന്നു. പിന്നെ അത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചെടുത്തിട്ടാണ് ഞാനത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടണമല്ലോ മൈദ. നമ്മൾ എന്താ പറയുക, ഫ്ലെയിം അങ്ങോട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറമെ അങ്ങോട്ട് നല്ലോണം ക്രിസ്പി ആയി പോവുകയും ചെയ്യും, ഉള്ളിൽ വേവാത്ത മാതിരി നമുക്ക് കിട്ടും ചെയ്യും. പിന്നെ ഒരു റബ്ബർ ബാൻഡൊക്കെ ചവക്കണ മാതിരി കാര്യം മൈദ ചവക്കലിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും മൈദേൻ്റെ ഒക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഞാൻ ഇതേപോലെ തന്നെ പൊരിച്ചെടുത്തിക്കണം കേട്ടോ. ഇത്രയേ പണിയുള്ളൂ നമ്മളെ സ്നാക്സ് റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് സ്നാക്സ് റെഡിയായി വന്നിട്ടുണ്ട്. അതിനേക്കാളും നല്ല മണമാണ് കേട്ടോ വരുന്നത് സ്നാക്സിൻ്റെത്. ഇത് നമുക്ക് സോസ് കൂട്ടിയിട്ടോ സോസ് കൂട്ടാതെ ഒന്നുമില്ലാതെ നമുക്ക് കഴിക്കട്ടോ. ഇപ്പോൾ ഞാൻ ഒന്നും ഇല്ലാതെയാണ് ഇവിടെ മക്കളൊക്കെ കഴിച്ചിട്ടുള്ളത് കേട്ടോ. സോസ് ഒന്നും കൂട്ടിയിട്ടില്ല. ടൊമാറ്റോ സോസിൻ്റെ കൂടെ നമുക്ക് മയണൈസിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ തന്നെ ആയിക്കാരത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല പുറത്തൊക്കെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെല്ലാവരും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളോട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ പറയേണ്ടിട്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ മെസ്സേജായിട്ട് നമുക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായം കേൾക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പൊട്ടണുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് സ്നാക്സിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ അതൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കേണ്ടിട്ടോ, എന്നിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറ തിരൂർ.